മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് പ്രശ്നങ്ങൾ വരാൻ കാരണമെന്ന്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ മാറിയാലും ഒരേ കാര്യം തന്നെ പിന്നീട് വരുന്ന പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും സംഭവിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ചില ആളുകൾ കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് വളരെ ദൂരെ മാറി ഓടുന്നതും വേറെ ചിലർ ക്ലോസ് ആകാനായിട്ട് ഒത്തിരി ക്രേവ് ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അത് പാർട്ട്ണർ ആകട്ടെ, ഫ്രണ്ട് ആകട്ടെ, നിങ്ങളുടെ കുട്ടികളാകട്ടെ, ഏത് റിലേഷൻഷിപ്പ് ആണേലും അതിന് നിങ്ങളുടെ ചൈൽഡ്ഹുഡുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ലവ്, ഇൻറ്റിമസി, നിങ്ങളുടെ കെയർ, നിങ്ങളുടെ ട്രസ്റ്റ്, നിങ്ങൾ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്നാണെന്നുള്ളതാണ് വാസ്തവം. ഇന്ന് അതിനെ ആസ്പദമാക്കിയുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല് ഏതൊക്കെയാണ്? അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല് എന്താണ്? ഇതെങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നത്? നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ഹെൽത്തിയർ ആക്കാനും നിങ്ങളെ സഹായിക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് മുഴുവൻ കാണുക. എന്താണ് അറ്റാച്ച്മെൻറ്റ്? ഒരു കുട്ടി തൻ്റെ പ്രൈമറി കെയർ ഗീവർ, അത് മിക്കവാറും അമ്മയാകാം അല്ലെങ്കിൽ അച്ഛനാകാം, പ്രൈമറി കെയർ ഗീവറുമായിട്ട് ഇമോഷണലി ഉണ്ടാക്കുന്ന ബോണ്ടാണ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ആദ്യമായി പറഞ്ഞത് അല്ലെങ്കിൽ ഫാദർ ഓഫ് അറ്റാച്ച്മെൻറ്റ് തിയറി എന്ന് പറയുന്നത് ജോൺ ബോൾബി എന്നുള്ളൊരു സൈക്കാട്രിസ്റ്റ് ആണ്. പിന്നീട് മേരി എയിൻസ്വർത്ത് എന്നൊരു സൈക്കോളജിസ്റ്റ് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂഫിനായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് നടത്തുകയും അതിന് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി സ്റ്റഡീസ് നടത്തുകയും ചെയ്യുകയുണ്ടായി. എന്തൊക്കെയാണ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായി 4 തരത്തിലാണ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഉള്ളത്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെട്ടിരിക്കും. നിങ്ങൾ ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അത് നിങ്ങളുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ നിങ്ങളെ സഹായിക്കും. ഏറ്റവും സേഫായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് സെക്യൂർ അറ്റാച്ച്മെൻ്റ് ആണ്. അതായത് ഇങ്ങനെയുള്ളവരുടെ കുട്ടിക്കാലത്ത് അവരുടെ കെയർ ഗീവർ, അത് അച്ഛനോ അമ്മയോ ആകാം, അവർക്ക് ഇമോഷണലി എപ്പോഴും അവൈലബിൾ ആയിരുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് കെയറും അവർക്ക് കംഫോർട്ടും അവരുടെ ഇമോഷണൽ നീഡ്സും ഒക്കെ അവർ മീറ്റ് ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾ വലുതാവുന്ന സമയത്ത് വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ അവർക്ക് പറ്റും. അതായത് അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് വരില്ല. അവർ ട്രസ്റ്റ് ചെയ്യും, അവർ കറക്റ്റായിട്ടുള്ള ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യും, ഇൻറ്റിമസിക്ക് അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവുകയില്ല, അവർ ഇമോഷണലി അവൈലബിൾ ആയിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിരുന്നാൽ നമുക്ക് ഒരുമിച്ച് നേരിടാമെന്ന് അവർ പറയാനും റെഡിയാണ്. ഒരേ സമയം ഇൻറ്റിമസിയും എന്നാൽ ആവശ്യമുള്ളപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻസിയും എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും എൻജോയ് ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളാണ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ്. അവർ ഭയങ്കര കാമറായിരിക്കും. എന്ത് പ്രശ്നം വന്നാലും അവർ ഭയങ്കര കൂളായിട്ട് അവർക്കത് നേരിടാനും പറ്റും. എന്നാൽ ഇനി പറയാൻ പോകുന്നതാണ് പ്രോബ്ലമുള്ള അറ്റാച്ച്മെൻറ്റ്. ആദ്യമായിട്ട് പറയാനുള്ള ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ആണ്. ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് ചെയ്യുക, കോൾ ചെയ്യുക, എവിടെ എത്തി എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണോ? നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഇട്ടിട്ട് പോകുമോ എന്നുള്ളൊരു നിരന്തരമായിട്ടുള്ള പേടി നിങ്ങളെ അലട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിന് തുടർച്ചയായിട്ട് റീഅഷുറൻസ് സീക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്നോട് സ്നേഹമുണ്ടോ? ഞാൻ ഇനഫാണോ നിങ്ങൾക്ക് എന്ന് നിരന്തരം അവരുടെ വാക്കിലും പ്രവൃത്തിയിലും നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് തോന്നാറുണ്ടോ? നിങ്ങളൊരു മെസ്സേജിന് ലേറ്റ് ആയാൽ തന്നെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒന്നും വേണ്ടാത്ത ഒരാളായി മാറിയിരിക്കുന്നു, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായി മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? ഇമോഷണലി ഭയങ്കരമായിട്ട് നിങ്ങൾ ക്രേവ് ചെയ്യുന്നുണ്ടോ? ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കാൻ ക്രേവ് ചെയ്യുന്നുണ്ടോ? ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും വലിയ വഴക്കുകളിലേക്ക് നീങ്ങുന്നുണ്ടോ? നിങ്ങളൊരു ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ആകാനാണ് സാധ്യത കൂടുതൽ. ഇതിൻ്റെ ബേസ് കുട്ടിക്കാലമാണ്.
കുട്ടിക്കാലത്ത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇമോഷണൽ ബോണ്ടാണ്. അതായത് ചില സമയത്ത് നല്ല കെയർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, ചില സമയത്ത് നിങ്ങളുടെ പ്രൈമറി കെയർ ഗിവർ കോൾഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എപ്പോഴാണ് ശ്രദ്ധ കിട്ടുക, എപ്പോഴാണ് നിങ്ങൾക്ക് ആ ശ്രദ്ധയ്ക്ക് വേണ്ടി, ആ കെയറിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്രേവ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയോ അറ്റൻഷൻ കിട്ടാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷനോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലിങ്ങി ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ശ്രദ്ധ കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ അത് തന്നെ നിങ്ങൾ അഡൽട്ട് ആകുമ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടവരും. അത് പലപ്പോഴും മറ്റ് വ്യക്തിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാനും അത് വഴക്കിലേക്കും മറ്റ് റിലേഷൻഷിപ്പ് ഇഷ്യൂയിലേക്കും പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. മൂന്നാമതായിട്ടുള്ളത് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ്. എന്താണ് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ? ഇങ്ങനെയുള്ളവർക്ക് ഇൻറ്റിമസിയോട് പേടിയായിരിക്കും. അവരൊരു ഇമോഷണലി അവൈലബിൾ ആയിരിക്കില്ല. ഇവർ കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ആളുകളാണ്. ഇവരോട് ഇമോഷണൽ ടോക്ക്, ഇമോഷണൽ വൾണറബിലിറ്റിക്കൊന്നും ഇവർ നിന്ന് തരില്ല. ഇവരുടെ അടുത്ത് പാർട്ട്ണർ ഒരു ഇമോഷണൽ ടോക്കിന് ചെല്ലുകയാണെങ്കിൽ പെട്ടെന്നങ്ങ് ഷട്ട് ഡൗൺ ചെയ്യുകയും അവർ പെട്ടെന്നങ്ങ് മാറിപ്പോവാനായിട്ട് ഇടവരും. അത് മറ്റേ പാർട്ട്ണർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. ഇവർ ഓവറായിട്ട് സെൽഫ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. അതായത് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം കുട്ടിക്കാലത്ത് ഇമോഷണലി ഒട്ടും അവൈലബിൾ അല്ലാത്ത പേരൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ കെയർ ഗിവർ ആണെങ്കിൽ കുട്ടി വിചാരിക്കുക ഇമോഷണൽ നീഡിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഞാൻ തന്നെ മതി എന്നുള്ളൊരു ഇതിലേക്ക് എത്തുകയും പിന്നീട് അത് വരുമ്പം അഡൽട്ടിലേക്ക് വരുമ്പം ഇത് അവരുടെ ജീവിതത്തിൽ അവർ നിറവേറ്റാനും ഇടവരും. അങ്ങനെ വരുമ്പോൾ റിലേഷൻഷിപ്പിൽ ഇവർക്ക് ഒരു പാർട്ട്ണറുമായിട്ടുള്ള ഇമോഷണൽ ബോണ്ട് ഇല്ലാത്തത് കാരണം ഒരു തരത്തിലും അവർ ബൗണ്ടറീസ് കുറച്ചധികം ക്രിയേറ്റ് ചെയ്യും, സ്പേസ് കുറച്ചധികം അവർക്ക് ഇടുന്നതായിട്ട് ഇടവരും. ഇവരോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇവർ ദേഷ്യപ്പെടുകയും ഇവർ അവിടുന്ന് മാറിപ്പോകാനായിട്ടും ഇടവരും. കമ്മിറ്റ്മെൻറ്റിലൊക്കെ അവർ ഭയങ്കര ഡിലേ ആകുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അടുത്തായിട്ടുള്ളത് ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെൻ്റ് ആണ്. ഇത് പുഷ് പുൾ അറ്റാച്ച്മെൻ്റ് ആണ്. അതായത് ഇവർക്ക് ഒരേ സമയം ഇവർക്കൊരു അറ്റാച്ച്മെൻറ്റിനുള്ളൊരു ക്രേവിങ്ങും ഉണ്ട്, ഒരു ഇൻറ്റിമസിയോടുള്ള ക്രേവിങ്ങും ഉണ്ട്, അതേസമയം ഒരു ഫിയറും ഉണ്ട്. അപ്പം ചില സമയത്ത് ഇവർ ഇമോഷണലി ഭയങ്കര അവൈലബിൾ ആയിരിക്കും, പക്ഷെ നെക്സ്റ്റ് മൊമെൻറ്റിൽ ഇവർ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ടും ഇടവരും. അപ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ഇടവരികയും പലപ്പോഴും റിലേഷൻഷിപ്പിനെ ബാധിക്കുകയും ചെയ്യും. ഇത് പലപ്പോഴും ട്രോമ ബോണ്ടുകളിലാണ് കാണുന്നത്. ചെറിയ പ്രായത്തിലേക്ക് പേരൻസിൽ നിന്നുള്ളൊരു ട്രോമയും ഒരു തരത്തിലും അവൈലബിൾ അല്ലാത്ത പേരൻസും ഒക്കെ ഉള്ളതാണ് പിന്നീട് ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലേക്ക് വരാൻ കാരണം. എന്താണ് ഇങ്ങനെ വന്നാലുള്ള പ്രശ്നം? പലപ്പോഴും ഒരു പാർട്ട്ണർ റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പം ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ഒരു പാർട്ട്ണറും അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ഒരു പാർട്ട്ണറും കൂടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറുക. ഒരാൾ ക്രേവിങ് ഫോർ ഇൻറ്റിമസി, ഒരു ക്ലിങ്ങി ബിഹേവിയർ ആയിരിക്കും. അതർ പേഴ്സണ് സ്പേസ് വേണം, ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് ഇൻറ്റിമസി ഇഷ്ടമല്ലാതെ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു പാർട്ട്ണറായിരിക്കും. ഇപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ അത് ബാധിക്കും. എന്നാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ നിങ്ങൾ മനസ്സിലാക്കിയോ ഞാൻ ആങ്ഷ്യസ് പേഴ്സൺ ആണ്, ഞാൻ അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ്, എൻ്റെ ലൈഫ് പോയി എന്നാണോ? അല്ല. അല്ലെങ്കിൽ ഞാനൊരു ആങ്ഷ്യസ് പേഴ്സണും അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആൾ, എനിക്ക് കിട്ടിയിരിക്കുന്ന പാർട്ട്ണർ അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻ്റ് ഉള്ള ആളാണ്, എൻ്റെ ജീവിതം പോയി എന്നാണോ? ഒരിക്കലും അല്ല. നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. അതിന് ആദ്യം വേണ്ട അവയർനെസ് ആണ്. നിങ്ങൾ ഏത് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് തെറാപ്പി വഴിയും മറ്റ് ഹെൽപ്പ് വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ മാറ്റാനായിട്ട് പറ്റും. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ പാർട്ട്ണറെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ അപ്പുറത്തൊരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ഒരു പാർട്ട്ണർ ആണെങ്കിൽ നിങ്ങളൊരു ആങ്ഷ്യസ് പേഴ്സണും ഒരു സെക്യൂർ അറ്റാച്ച്മെൻ്റ് ഉള്ള പാർട്ട്ണറും അല്ലെങ്കിൽ ഒരു അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റും ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റും ഉള്ള പാർട്ട്ണറും കൂടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറുകയാണെങ്കിൽ അതർ പേഴ്സൺ കൂടുതൽ കാമും കൂടുതൽ കംഫർട്ടബിളുമായിട്ടിരിക്കാനും ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഹെൽത്തിയർ ആകാനും ഇടവരും. ഇൻ കേസ് നിങ്ങൾ രണ്ടും പ്രോബ്ലം ഉള്ള അറ്റാച്ച്മെൻ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അവയർനെസ്സും നിങ്ങളുടെ തെറാപ്പി, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടെ നിങ്ങളുടെ തെറാപ്പി എടുക്കുന്നതിലൂടെ നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ നിങ്ങൾക്ക് ഹെൽത്തിയർ വേയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് നിങ്ങൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ കാണും. നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഏതാണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. ഇനി
നിങ്ങൾ ഒരു പുതിയ പാർട്ട്ണറെ തേടുന്ന വ്യക്തിയാണ്, നിങ്ങൾ മാരേജൊക്കെ തേടുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളൊരു സെക്യൂർ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു പേഴ്സണെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇന്ന് പലപ്പോഴും പല റിലേഷൻഷിപ്പിൽ ഇഷ്യൂസായിട്ട് വരുന്ന സമയത്ത് ആ സമയത്ത് അവർക്ക് എന്താണ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്നൊന്നും അറിയുന്നുണ്ടാവില്ല, അല്ലെ മാരേജിന് മുമ്പ് ഇത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും അവർക്ക് അറിയുന്നുണ്ടാവുന്നില്ല. ഇത് മാരേജ് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ എല്ലാ റിലേഷൻഷിപ്പും, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നിങ്ങളുടെ റിലേറ്റീവ്സുമായിട്ടുള്ള റിലേഷൻ, ഇവൻ നിങ്ങളുടെ കുട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇവൻ നിങ്ങളുടെ പേരൻറ്റിങ് സ്റ്റൈലിനെ പോലും നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ബാധിക്കും. അപ്പം ചൈൽഡ്ഹുഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഇതിലൂടെ എനിക്ക് പറയാനുള്ളത്. ചൈൽഡ്ഹുഡിൽ അപ്പം നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി ലൈഫ് ലോങ് ആ കുട്ടിയുടെ ഓരോ റിലേഷൻഷിപ്പിലും നിങ്ങളിപ്പോൾ മോൾഡ് ചെയ്തെടുക്കുന്ന, നിങ്ങൾ കൊടുക്കുന്ന കെയറും കംഫർട്ടും ലവും ഇൻറ്റിമസിയൊക്കെയാണ് അവർക്ക് പിന്നീടുള്ള അവരുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഇടവരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.